ദൈവവചനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 40-ൽ പരം എഴുത്തുകാർ 1200 വർഷങ്ങൾ കൊണ്ടാണ് പരിശുദ്ധാത്മാ നിയോഗപ്രകാരമാണ് ബൈബിൾ എഴുതിയത്. വ്യത്യസ്ത തലങ്ങളിലുള്ള മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള എഴുത്തുകാരാണ് തിരുവചന രചയിതാക്കൾ. ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, മറിച്ച് മാനവരാശിക്ക് ദൈവം നൽകിയ ദാനമാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ലോക ജനത വായിക്കുന്നതും ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്നതും ബൈബിളാണ്. ഈ പുസ്തകം എത്തിച്ചേരാത്ത രാജ്യങ്ങളില്ല, ഇതിനെ പരിശോധിക്കാത്ത പണ്ഡിതന്മാരില്ല, ഈ പുസ്തകത്തെ വിമർശിക്കാത്ത വിമർശകന്മാരില്ല, ഈ പുസ്തകം വിവർത്തനം ചെയ്യാത്ത ഭാഷകളില്ല. ഇത് വിശക്കുന്നവന്റെ ജീവന്റെ അപ്പമാണ്, ദാഹിക്കുന്നവന്റെ ജീവന്റെ ജലമാണ്. കൂരിരുട്ടിൽ പാതയറിയാതെ നടക്കുന്നവർക്ക് പാതയ്ക്ക് പ്രകാശമാണ്. ഇത് വായിക്കുന്നവരും കേൾക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. അജ്ഞനെ ജ്ഞാനിയാക്കുന്നതും നരഭോജിയെ നരസ്നേഹിയാക്കുന്നതും ദൈവവചനമാണ്. ഈ വചനം എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഉച്ചനീചത്വങ്ങളും അനാചാരങ്ങളും തൂത്തെറിഞ്ഞിട്ടുണ്ട്. ലോകരാജ്യങ്ങളിൽ വിമോചനത്തിന്റെ കാഹളം മുഴക്കിയ ഒന്നാണ് വിശുദ്ധ ബൈബിൾ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധ്യമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകും. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ഒന്നാണ് തിരുവചനം. ആകിയാൽ നമ്മുടെ ജീവിതയാത്രയിൽ ഈ തിരുവചനം കൈകളിൽ ഉയർത്തി നമുക്ക് നമ്മുടെ യാത്ര തുടരാം.